ഇറാൻ ഇസ്രായേൽ സംഘർഷം വെടിനിർത്തലിലാണ്. അതിനിടയിൽ ഇസ്രായേലിനും US-നുമെതിരെ ശക്തമായ രഹസ്യ നീക്കവുമായി ഇറാൻ മുന്നോട്ട് പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. യമനിലെ സായുധ ഗ്രൂപ്പായ ഹൂതികൾ, ലെബനനിലെ ഹിസ്ബുള്ള എന്നിവർക്ക് ഇറാൻ ആയുധങ്ങൾ ഉൾപ്പെടെ പിന്തുണ നൽകുന്നുണ്ട്. ഇപ്പോൾ US-നെതിരെ ഇറാൻ പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോവുകയാണോ? ഇറാൻ ഹൂതികൾ പോലെയുള്ള തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെ ആയുധങ്ങൾ നൽകി ശക്തരാക്കുന്നതായാണ് റിപ്പോർട്ട്. US-ഉമായുള്ള ചർച്ചകളുടെ സാധ്യത മങ്ങിയതോടെയാണ് ഇറാൻ്റെ നീക്കം. ഇറാൻ US ആണവ ചർച്ചകൾ ഏതാണ്ട് നിലച്ച മട്ടാണ്. ഒമാൻ്റെ മധ്യസ്ഥതയിൽ നടന്ന ആണവ ചർച്ചകൾ ഫലപ്രദമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയത്. പിന്നാലെ US-ഉം സംഘർഷത്തിൽ നേരിട്ടിടപെട്ടു. ഇറാൻ്റെ ആണവ പദ്ധതികൾ ഇസ്രായേലിനെയും US-നെയും ഭയപ്പെടുത്തുന്നുണ്ട്. UN ഏജൻസിയെപ്പോലും ഉപയോഗിച്ച് അതിനെ തകിടം മറിക്കാനുള്ള ശ്രമങ്ങൾ US നടത്തി. എന്നാൽ ഇറാനെതിരായ ആക്രമണം US നടത്തിയ ചരിത്രപരമായ മണ്ടത്തരമാണ്. ആക്രമണത്തിലൂടെ ഇറാൻ്റെ ആണവ പദ്ധതികളെ നശിപ്പിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ചർച്ചകളുടെ വാതിലുകൾ അടയുകയും ചെയ്തു. അന്തർദേശീയ ആണവോർജ്ജ ഏജൻസിയുടെ നിഷ്പക്ഷതയെക്കുറിച്ച് പോലും ഇറാൻ സംശയമുയർത്തിയിരുന്നു. ആക്രമണത്തോടെ ചർച്ചയുടെ സാധ്യത ഇസ്രായേലും US-ഉം നശിപ്പിക്കുകയാണ് ചെയ്തത്. അതിനിടെയാണ് ഇറാൻ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെ വീണ്ടും യുദ്ധസജ്ജരാക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നത്. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് കോർനെറ്റ് ആൻറ്റി ടാങ്ക് മിസൈലുകൾ നൽകിയതായി ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നു. പച്ചക്കറി ട്രക്കുകളിലാണ് മിസൈലുകൾ ഒളിപ്പിച്ച് കടത്തിയതെന്നാണ് റിപ്പോർട്ട്. തെക്കൻ ലെബനിലേക്കുള്ള യാത്രാമധ്യേ സിറിയയിൽ ഈ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിലാണ് ആയുധങ്ങൾ കണ്ടെത്തിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. US-ഉമായുള്ള ചർച്ചകൾ ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. US-ൻ്റെ ചർച്ചാ നീക്കങ്ങൾ വെറും തന്ത്രം മാത്രമാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ഭാവിയിലെ സൈനിക നടപടികൾക്ക് തയ്യാറെടുക്കാൻ US ചർച്ചകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ ലാരിജാനി പറഞ്ഞു. പുതിയ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് US ഇറാന് സുരക്ഷാ ഉറപ്പുകൾ നൽകണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. ചർച്ചകൾ ഇറാനെ നിരായുധീകരിക്കുകയും ഇസ്രായേലിനെ ശക്തിപ്പെടുത്തുകയുമാണ് ചെയ്യുന്നതെന്നാണ് ഇറാൻ്റെ പ്രധാന ആരോപണം. ഈ ആരോപണത്തിൽ കഴമ്പുണ്ട്. കാരണം US ഇസ്രായേൽ ആണവ ചർച്ചകൾ ഫലപ്രദമായി പുരോഗമിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ഒപ്പം US കൂടി ചേർന്നത് കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലാക്കുകയും ചെയ്തു. അതിനിടെ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെന്ന് വിളിക്കുന്ന സായുധ ഗ്രൂപ്പുകളെല്ലാം ഇസ്രായേലിനും US-നുമെതിരെ ആക്രമണം ശക്തമാക്കുകയാണ്. യമനിൽ ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾ ആക്രമിക്കാൻ വീണ്ടും തുടങ്ങി. ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ US നടത്തുന്നവ ഉൾപ്പെടെയുള്ള 5 എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. ചെങ്കടലിൽ ലൈബീരിയൻ പതാകയുള്ള കപ്പലിന് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ കപ്പൽ ജീവനക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേരെ കാണാതാകുകയും ചെയ്തു. ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള എറ്റേണിറ്റി സീ എന്ന കപ്പലിനെയാണ് ആക്രമിച്ചത്. അതിനു മുമ്പ് മാജിക് സീസ് എന്ന ചരക്ക് കപ്പലിനെയും ഹൂതികൾ ആക്രമിച്ചിരുന്നു.